പറയുന്നേ? ഞാനിപ്പോ ഭയങ്കര ലാവിഷ, അങ്ങേറ്റം ലാവിഷ. ചൂടൻ ചേട്ടന്റെ പുതിയ ഷർട്ടുമായി പോവാ. കൊള്ളാലോ. കത്തിലെഴുതിയ പോലെ ഞാനിപ്പോ കാശൊക്കെ ലാവിഷ. കത്തിലെഴുതിയ പോലെയോ? ഒന്നും മറക്കണ്ട, എനിക്കെല്ലാം അറിയാം. ആ എഴുതിരുന്നല്ലോ. ഇപ്പൊ ഒന്നും പരസ്യമാക്കണ്ട, എല്ലാം സമയമാകുമ്പോ പറയാന്ന്. ഞാനായിട്ടൊന്നും പരസ്യമാക്കുന്നില്ല. ഓക്കെ. പഴയ തലമുറയ്ക്ക് പുതിയ തലമുറ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനിപ്പോ തൽക്കാലം പോവാ. അല്ല കത്ത് വേണ്ട, ഒന്നും പറയണ്ട. എന്താ മോളെ? പാവം പത്മകുമാർ ആരോ കളിപ്പിക്കുക. മോള് പോയാട്ടെ. അപ്പൊ സംഗതി കേൾക്കുന്നുണ്ട്. രമേശ, നീ കാര്യം പറ. സംഗതി എന്താ? എന്തോ ഒരു അപശകുനം. എന്റെ ജോലി തെറിക്കാൻ പോകും പോലെ. ജോലി തെറിക്കാൻ പോകുന്നു? എപ്പോഴും ഒരേ സ്വപ്നം. കാറ് വീട്ടിൽ നിന്ന് ഓടി ദൂരെ എവിടെയോ മറയും പോലെ. 2 പ്രാവശ്യം ഞാൻ ആ സ്വപ്നം കണ്ടു. എടേ, നീ ഒന്ന് തെളിച്ചു പറയടേ. ആരൊക്കെയോ കാറിനെ കണ്ണു വച്ചിട്ട് ചുറ്റി തിരിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്താ നീ ഇന്നത്തെ പത്രം വായിച്ചു? ഞാനിപ്പോ പത്രം വായിക്കാറില്ല. പത്രം തുറന്ന എനിക്ക് പേടിയാവും. അതെന്താ? പത്രത്തിൽ നിന്റെ ഫോട്ടോ അങ്ങനെ വന്നോ? അതല്ല, പത്രം തുറന്നാലേ അക്രമം, കത്തിക്കൂത്ത്, പിടിച്ചുപറി, മറ്റത് മറിച്ചത്, ബോംബ് ഭീഷണി. നമ്മുടെ നാടിത് എങ്ങോട്ടാണ് പോണ ശങ്കു? ഡോണ്ട് കാലത്തെ ഒരുമാതിരി സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് എന്റെ മൂഡ് ഔട്ട് ആക്കില്ലേ പ്ലീസ്. ഞാൻ ഒരു ഫാക്ട് പറഞ്ഞല്ലേ. ഇങ്ങനെ പോയാലേ ശംഭു, നമ്മള് കള്ളന്മാര് തമ്മില് പരസ്പരം മോഷ്ടിക്കേണ്ടി വരും. കാലത്ത് തന്നെ പേടിപ്പിക്കാൻ പ്ലീസ്, ഇതൊരു അഭ്യർത്ഥനയാണ്. ഞാനൊരു ഫാക്ട് പറഞ്ഞല്ലേ. ഇയാളിങ്ങനെ ഫാക്ട് പറഞ്ഞു ഇയാളെ ശരിക്കും ഫാക്ട് ഇല്ലല്ലോ. ഉണ്ടോ? ഫോളോ മീ. ഞങ്ങൾ 2 കള്ളത്തരമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ്. കള്ളത്തരമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരോ? അതെ, അതായത് മാഡം, ഇപ്പോൾ സത്യം പറഞ്ഞാൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ വളരെ കുറവാണ്. പക്ഷെ ഞങ്ങൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരാണ് അല്ലേ? പിന്നെ നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന് മലയാളീസ്. പേരെന്തുവാ? അല്ല, ഇവര് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അല്ലോ, ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ കണക്കെടുക്കാൻ വന്ന അത് സതി. ഈ ഭാവിയിൽ റോഡിനൊക്കെ വീതി കൂട്ടുമ്പോ എത്ര കിലോമീറ്റർ വീതി കൂട്ടണം എന്ന് പഠിക്കാൻ വന്ന ഓഫീസർമാരാ അല്ലേ? ഇന്നലെ കണ്ടായിരുന്നു. സർവേ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ വരട്ടെ, ഞാനതല്ലയോ ആലോചിച്ചത്. ആണ്ടെ ഈ റോഡിലൊക്കെ ഇങ്ങനെ നോക്കുന്ന തന്നെ. ഏറ്റുമാറ്റുന്നതിനാ? എന്താ ചെയ്യുന്നേ? എന്തിനാ? അല്ല, അവരങ്ങനെ നോക്കും. എന്തുവാ ഇത്? അങ്ങോട്ട് മാറ്റണോ? ഞാനിവിടെ പിടിക്കാം. അങ്ങനെ അയ്യോ, എന്തിനാ തുറക്കുക അടക്കുകയൊക്കെ ചെയ്യുന്നേ? ഭാവിയിലെ റോഡിന് വീതി കൂട്ടുമ്പോ ഈ ഗേറ്റ് മാറ്റണ്ടേ? അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നഷ്ടപരിഹാരം തരണ്ടേ? അതിന്റെ ഒരു കണക്കെടുപ്പാ. ഇവര് സർവേ ഡിപ്പാർട്ട്മെന്റിൽ. അതെ, റോഡ് വീതി കൂട്ടുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ റോഡ് തന്നെ ഭയങ്കര പ്രശ്നമാണ്. കാർ ഷെഡ് 2 മാറ്റേണ്ടി വരും. അല്ല, ഇപ്പോഴല്ല, ഭാവിയിൽ. അല്ല, കാർ നിങ്ങളെപ്പോഴും നോക്കിയാണ്. എന്റെ കാർ ഓട്ടോ ലോക്കാ. ഇത് പുതിയതാണേ. സ്വിച്ച് ഇട്ടാ മതി, അപ്പൊ സ്റ്റാർട്ട് ആവും. സുഗുണ, നമ്മുടെ കാറിന് എത്ര മെക്കാനിക്കൽ സേഫ്റ്റി ആയിരുന്നുണ്ടോടാ? അതിന് ആ കാറിന് 3 ജന്മം ജനിച്ചു വരണം. 3 ജന്മം. ഓ, കാർ എങ്ങനെയാ 3 ജന്മം ജനിക്കുന്നേ? പട്ടാപ്പകലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് കിടക്കുന്ന അന്താ. സാറന്മാരുടെ മുമ്പിൽ വെച്ചാണ് കുത്തുവാക്കം കുന്നായ്മയും. എന്താ വിഷയട്ടാ? ഇതാണ് ഗേറ്റിന്റെ പൂട്ടല്ലേ? അത് ശരി. പൂട്ടിന് നഷ്ടപരിഹാരം തരും അല്ലേ? പിന്നെ സർക്കാർ കാര്യമല്ലേ, മുറ പോലെ നടക്കും. മൊത്തത്തില് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്നാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗേറ്റ് തുറക്കുന്ന ഇങ്ങനെയാണല്ലേ? ഇങ്ങോട്ട് നോക്കൂ, ഇത് വളരെ വില കൂടിയ ഗേറ്റാ. 3 മടക്കാം 3 കൂടെ പോലെ. നിവർത്താനും പറ്റും. എന്റെ നരട്ടിനെ യുഡി ക്ലർക്ക്. പക്ഷേ യുഡി ക്ലർക്കിനെ 3rd ഹാൻഡ് കാറേ വാങ്ങാൻ കിട്ടിയുള്ളൂ.
ദേ സാറന്മാരെ, ഞാൻ കീ എടുത്തു തരാം. എന്റെ കാർ ഒന്ന് കയറി ഓടിച്ചു നോക്ക്. അപ്പൊ അറിയാലോ ഏത് കാറാ നല്ലതെന്ന്. അതൊക്കെ ഞങ്ങള് രാത്രി ഓടിച്ചോളാം. എന്താ രാത്രി ആകാറായല്ലോ എന്ന് പറയായിരുന്നു. 10 മണിക്കൂർ കഴിഞ്ഞ രാത്രി ആയില്ലേ? അപ്പൊ എല്ലാം ഓക്കെ. അപ്പൊ സാറേ പറഞ്ഞ പോലെ എന്തു പറഞ്ഞ പോലെ? സ്ഥലം എന്തെങ്കിലും അക്യൂർ ചെയ്യുമ്പോ പറഞ്ഞതുപോലെ നഷ്ടപരിഹാരം ഒക്കെ തരുമെന്ന്. നിങ്ങളൊക്കെ കൂട്ടായില്ലേ? അതെ 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 അതെ. ഹലോ, ഐ ആം ക്ലാസ് മീറ്റിംഗ്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഒന്നും പേടിക്കണ്ട. ഓക്കെ, ബൈ ബൈ. ഫോളോ മീ. ഓക്കെ. കം ഓൺ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നഷ്ടപരിഹാരം ഓക്കെ ഓക്കെ. ഓ, നല്ല ആനന്ദാ. കൊച്ചന്മാര്. എന്തൊരു സത്യസന്ധതയാ. കൈക്കൂലിയേ ചോദിച്ചില്ല ഹോ, കേട്ടോ. എന്റെ വിഷുവായിട്ട് നിൽക്കുമ്പോ കൈക്കൂലി ചോദിക്കൂ. നന്നായി. ഇവിടെ ഒരു ഉദ്യോഗസ്ഥനാണ്, അവർക്കറിയാം. അതിനൊരു ബഹുമാനം അയ്യോ, എന്ത് ബഹുമാനം, എന്ത് ഓ, ബഹുമാനം. മതി, മതി, മതി. ഒന്നും മിണ്ടാതെ. നിർത്തി. തലവെടുപ്പെന്നൊക്കെ പറഞ്ഞു നമ്മുടെ വീടും കെട്ടിടും ഒക്കെ പോവോ? എന്തായാലും സാവിത്രി ചേച്ചി പേടിക്കണ്ട. എന്തായാലും ഈ വീട് ഇടിച്ചിട്ടേ സാവിത്രി ചേച്ചിയുടെ വീട് ഇടിക്കും. ജോളി. എന്റെ വീട് ഇടിക്കൂ. എന്റെ വീട് ഇടിക്കൂ. ലീലാവതി. അങ്ങനാണോ? എന്റെ ഈശ്വരാ. എന്തോന്നടേ കാറേ 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 മോഷണം 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 ഇത്രേ ഉള്ളൂ നിനക്ക് എപ്പോഴും. സത്യമാണ് റാംസിംഗ്, സത്യമാണ്. ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. 2 പരുന്തുകൾ ആ വീട്ടിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്നു. കോഴിയുടെ രൂപത്തിലായിരുന്നു കാറുകൾ മുറ്റത്ത് കിടന്നത്. നല്ല രസമുണ്ട്. എന്നിട്ട് ഈ കഴുകന്മാര് വന്നിട്ട് കോഴി ഇങ്ങനെ തന്നെ കൊണ്ടുപോയോ? ഇല്ല, ഒരാഴ്ച കൂടെ കഴിഞ്ഞ് റാഞ്ചാമെന്ന് പറഞ്ഞ് തിരിച്ചു പറന്നുപോയി. ഒരാഴ്ചക്കിടയ്ക്ക് കൊച്ചു കൊച്ചു റാഞ്ചുകളുണ്ട്. അത് കഴിഞ്ഞ് വലിയ റാഞ്ച്. അങ്ങനെ പറഞ്ഞാ പോയത്. ദൈവമേറ്റ ജോലി. പേടിക്കണ്ട, ഒരാഴ്ച സമയം കിടക്കല്ലേ. അതിനിടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാം. ഈ ഒരാഴ്ചക്കകത്ത് അവിടെ ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു ഈശ്വരനെ അറിയാവൂ. റാംസിംഗ്, എന്തെങ്കിലും ഒക്കെ നടക്കട്ടെ, നമുക്കിപ്പോ താഴോട്ട് നടക്കാം. വാ.